അങ്ങനെ ഇന്ന് നാട്ടിലെത്തിയിട്ട് ആദ്യമായിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോന്ന. കുറച്ച് ലേറ്റ് ആയിട്ടില്ല, 2 ആഴ്ചയായി പോയി. ഖത്തറിന് വന്ന ഉടനെ തന്നെ പോണ്ടി വരുമോ? ഖത്തറിന് ആഴ്ചക്ക് പോന്ന്? എനക്കല്ല, ജമലൂന് സുഖമില്ല. പനീന്റെ എല്ലാം മെഡിസിൻ ഞാൻ അങ്ങനെ നിങ്ങൾ എടുത്തിന്, പനീൻ്റെത് ഛർദീൻ്റെത് അതൊക്കെ. പക്ഷെ അത് രണ്ടല്ല ഇപ്പൊ ഉള്ളത്. പനി ഉണ്ടായിരുന്നു, ലൂസ് മോഷൻ അല്ല നമ്മൂനെന്നാ ബംബി പെയിനാ. 2 ദിവസമായി ബംബി പെയിൻ എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഉള്ള മെഡിസിൻ എല്ലാം കൊടുത്തു നോക്കി, നോ രക്ഷ. അപ്പൊ ചോദിച്ചിന്ന് പോവാൻ നമ്മളെ ഓർക്കാട്ടേരി ആശയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ആശയിൽ ഇപ്പൊ ഉണ്ടാവാ ആഘോഷം കാണാൻ പീഡിയാട്രിഷ്യൻ കല്യാണം ഉണ്ടല്ലോ. 2-3 ദിവസമായി. കഴിഞ്ഞ കൊല്ലം വന്നപ്പോ സെയിം ഈ ഇതാണ് മേപ്പാട്ടമുക്ക്. പേടിച്ചല്ലോ. കല്യാണം ഇന്ന് ചെറിയൊരു വെയിലുണ്ട്. എത്ര നേരം കല്യാണം ഉള്ള ഭാഗ്യട്ടാ. എത്ര നേരം ഉണ്ടാവുന്ന പറയാൻ പറ്റൂല. വേഗല്ലേ, ഇന്നലെ ഫുള്ള് മഴയാണേ. ഇതാണ് ആശ ഹെൽത്ത് കെയർ. ഇത് ചെറുത്, ഇതിന്റെ വലുത് നമ്മളെ വടകരുണ്ട്. നമുക്ക് അടുത്ത് ഇവിടെയാണ്. ഇപ്പൊ ഇവിടെ ഡോക്ടർ ഉണ്ടോ? മഴ നിക്കുമ്പോഴേക്ക് എന്ത് ചൂടല്ലേ, പൊള്ളുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അധികം ആരും ഇല്ല ഇവിടെ. ആശ ഹെൽത്ത് കെയർ ഞായറായോണ്ട് അധികം ആളില്ല. ആശ ഹെൽത്ത് സെന്റർ. പീഡിയാട്രീഷ്യൻ ഇല്ല, വൈകുന്നേരം 4 മണിക്കാളുള്ളൂ. ഇനിയിപ്പോ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട്, അവർക്ക് കാണിക്കാന്ന് വിചാരിച്ചു. ജമലു, what happened? ബംബി പെയിനാ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഇല്ല. വൈകുന്നേരം 4 മണിക്കാളുള്ളൂ. അതെ, വൈകുന്നേരം 4 മണിക്കാളുള്ളൂ. ഇപ്പൊ ഡ്യൂട്ടി ഡോക്ടറാണ്. പീഡിയാട്രിഷ്യന് 300 ആസി. നമ്മൾ സെയിം റേറ്റ് ആണ്. അല്ല, ഡ്യൂട്ടി ഡോക്ടർക്ക് 150, നമ്മുടെ പീഡിയാട്രിക് ഡോക്ടർക്ക് 300. സമലോ ഞാനങ്ങനെ കൊണ്ടുവന്ന ബ്രൂഫിനില്ല, അത് കുടിച്ചതാ കുറച്ചും കണീച്ച് നടക്കുന്ന. ഇതുവരെ കടന്നെടുക്കുക. പക്ഷെ 2 ദിവസമായി അസുഖം വന്നോണ്ടാ മെലിഞ്ഞെന്താ പെട്ടെന്ന് ശരീരം ചെറിയൊരു ഇത് പറഞ്ഞല്ലോ, വയറുവേദന. അപ്പൊ രാത്രി ആയപ്പോ നല്ല പനി, പുലർച്ചക്കാണ് ഛർദിയും. 3-4 പ്രാവശ്യം ഛർദിച്ച്. അപ്പൊ ഞങ്ങൾ ചതങ്ങ് മാറും. എൻ്റെ അടുത്തുള്ള മെഡിസിൻ, ഛർദീന്റെ മെഡിസിൻ ഉണ്ട്, അതെല്ലാം കൊടുത്ത് കുറവില്ല. അപ്പൊ ഇന്നലെ അസീവ് വീട്ടിൽ താമസിക്കാൻ വന്നില്ല. അപ്പൊ നല്ല ലൂസ് മോഷൻ, അതോ 5-6 പ്രാവശ്യം. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ തോന്നി, രാവിലെ അല്ല ഇപ്പത്രയാ 1 അല്ലേ, എനിക്ക് തന്നെ 12 അസി. ഒന്ന് കാണിച്ചു കൊടുക്കുക ഓർക്കാട്രി ആശ ഹെൽത്ത് സെന്റർ. ഇതാണ് ആശ ഹെൽത്ത് സെന്റർ. വിളിക്കൂല, എടുത്തു സമലോ. Sit there. സെയിം പ്രൊസീജിയർ അല്ലേ? ഇന്നലെ ഓർമ്മ ലൂസ് മോഷൻ, നല്ല 5 പ്രാവശ്യം. അങ്ങനെ മെഡിസിൻ എല്ലാം കിട്ടി. എന്ത് വെയിലാ, ഒരു മഴ ഇല്ലാത്തപ്പോ കണ്ട എന്ത് വെയിലാണ്, നല്ല വെയിൽ.
നല്ല തെളിഞ്ഞ ആകാശം. അങ്ങനെ സെമലുവിന്റെ കാണിക്കലെല്ലാം കഴിഞ്ഞ് ഫുഡ് പോയ്സൺ ആവാനാണ് ചാൻസ് എന്നാ പറഞ്ഞത്. അപ്പൊ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കാൻ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ തിരിച്ചു പോവാണ്. വെരി ഹോട്ടാ അല്ലേ? മഴ ഒന്ന് നിൽക്കുമ്പോ നമുക്ക് പക്ഷെ ഇങ്ങനെയാ നല്ലത് പോവാനല്ലേ എല്ലാവരും. ആ മഴ ഉണ്ടാവാൻ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഇപ്പൊ എവിടെയാ നമ്മള് പോകുന്നത്? എന്റെ മിക്സി നോക്കണ്ടേ? ആ എന്റെ ഗൈസ് നിങ്ങൾ അറിഞ്ഞു, എന്റെ സുജാത മിക്സി പോയി എവിടെ പോയി? അതിന്റെ മോട്ടർ കംപ്ലൈന്റ് ആയി. നമ്മൾ ഖത്തറിൽ കൊടുത്തപ്പോ 150 റിയാലാ പറഞ്ഞത് അത് നന്നാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിലും നല്ലത് പുതിയൊരു മിക്സി വാങ്ങലാന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുക്കാന്ന് വിചാരിച്ചതിനും. അങ്ങനെ കൊടുത്തിട്ട് നന്നാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാന്ന്. പക്ഷെങ്കിൽ ലഗേജ് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അതെടുത്തില്ല. അതിപ്പോ അവിടെ തന്നെ ഉണ്ട് റൂമിൽ. ഇനിയിപ്പോ പുതിയ ഒന്ന് വാങ്ങണം. സുജാത തന്നെ വാങ്ങാന്നാ ഞാൻ വിചാരിക്കുന്നത്. കാരണം 9 വർഷത്തോളം എൻ്റെ അടുക്ക ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നത്. പെട്ടെന്ന് എന്നാ പറ്റിയെന്ന് എനിക്കറിയില്ല. അതിന്റെ മോട്ടർ കംപ്ലൈന്റ് ആയി വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അത് നോക്കാൻ വേണ്ടി പോവാ. ഞാൻ ആധാരത്തെല്ലാം നോക്കി നേനു. പക്ഷെങ്കിൽ അതിന്റെ ബ്ലാക്ക് ആണല്ലോ, എനിക്ക് വൈറ്റ് തന്നെ വേണമെന്നാണ്. അപ്പൊ നമ്മള് വടകര നന്ദിലത്തിലോ അല്ലെ മൈജിയിലോ എവിടെയാ പോകുന്നത്? ആ നോക്കി നോക്കട്ടെ. പറഞ്ഞ റേറ്റിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം. ഇപ്പം പെയിനിനുള്ള മെഡിസിൻ ഇപ്പൊ ഞാൻ കൊടുത്തു. ഇനിയുള്ളതെല്ലാം വെള്ളത്തില് അലിയിച്ച് കൊടുക്കേണ്ടതും അങ്ങനെയല്ല ഗുളികകള്. അപ്പൊ അതിനിപ്പോ വീട്ടിലെത്തിയിട്ടാ നടക്കും. അപ്പൊ ഇപ്പം ജസ്റ്റ് പെട്ടെന്ന് പെയിൻ നിൽക്കാനുള്ള സിറപ്പ് ഉണ്ടായിട്ട് അത് കുടിച്ച്. നമോ, ആർ യു ഫീലിംഗ് ബെറ്റർ നൗ? Are you okay? Lay down. Full cold, yeah? Bambiya. Okay, lay down. Give me. Lay down. Give me. No, phone നോക്കിയാ പമ്പി പെയിന് പിന്നെയും വരും. ഇല്ല. വരും. ടാപ്പ് പമ്പി പെയിന്. അപ്പോഴാണ് മൊബൈൽ ഫോൺ ഈ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എന്റെ കോളേജിൽ പോകുന്ന വഴി കൈനാട്ടി പാലം. ഈ പാലം ഞാൻ പഠിക്കുമ്പില്ലേ സാധാ റോഡ്. ഇതല്ലത് ഈ കാണുന്ന ഇവിടെ ഇല്ല, ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. അവിടെയാ ഞങ്ങള് ബസ് കാത്തിക്കല്. ഇത് വടകരയുടെ സൗന്ദര്യല്ലേ? റോഡ് വർക്ക് ഇപ്പൊ തുടങ്ങിയിട്ട് 3-4 കൊല്ലായി, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വടകരയുടെ സൗന്ദര്യമില്ല, ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. ആകാശവും ഈ മരങ്ങളും. മുമ്പ് ഈ 2 സൈഡിലും പല സാധനങ്ങൾ വെച്ച് നോക്കുന്നുണ്ടാവില്ലേ? ഇപ്പൊ റോഡിൽ സ്ഥലമില്ല, അതുകൊണ്ട് ഒന്നും കാണുന്നില്ല. പാർക്കോ മാറി ഇപ്പൊ ബേബി മെമ്മോറിയൽ. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാക്കി. നമ്മൾ കോഴിക്കോടുള്ള പോലെ അതെ അതെ. പാർക്കോ എന്നല്ലേ ആദ്യം? ഇത് നമ്മളെ വടകര ആശ ഹോസ്പിറ്റൽ. ഇതിന്റെ മുന്നിലുള്ള എന്താ ഇങ്ങനെ? വടകര ആശ ഹോസ്പിറ്റൽ റോഡ് വർക്ക് നടക്കുന്നത്. അതുകൊണ്ടുള്ള ആംബുലൻസ് പോകുമ്പോ ഇങ്ങനെ മാറ്റി കൊടുക്കട്ടാ. ആംബുലൻസാ പോയേക്കും, ഇങ്ങനെ മാറ്റി കൊടുക്കട്ടാ. ആശയുടെ മുന്നിൽ എന്താ അങ്ങനെ? ഇപ്പൊ റോഡ് വർക്കല്ലേ? അത് വർക്ക് ചെയ്യുന്നില്ല ഈ ഹോസ്പിറ്റൽ ഇപ്പൊ? ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ 2 സൈഡിൽ റോഡ് വർക്കാണ്. നന്ദിലത്ത് ഇവിടെ ഞാനൊന്ന് ഫുൾ ചുറ്റിയതാണ്. ആരോടും അതെ. എനിക്കൊരു ഐഡിയ ഇല്ല കാരണം ഇപ്പൊ ഫുൾ മാറിയതുകൊണ്ട് മനസ്സിലാവില്ല. ചോദിക്കാരാണെങ്കിലും നന്ദിലത്തോ മൈച്ചിയോ തമ്മിലുമില്ല. ഒന്ന് തലബന്ധം കളിക്കുവേ. ഇപ്പൊ ഇതാ പിന്നെ ബമ്പി പെയിനാന്ന് പറഞ്ഞിട്ട് കിടന്നതായത്. തലക്ക് കൈ കൊടുത്തിട്ടാ കിടന്നൊക്കെ. പാവം, നല്ല അസുഖം ഉണ്ട്. ശങ്കരാചാര്യ അതല്ല കാണുന്ന കമ്പ്യൂട്ടർ സെന്റർ അല്ല, കമ്പ്യൂട്ടർ സെന്റർ കാണുന്നുണ്ട് നിങ്ങള്? അതന്നെ ശ്രീ ശങ്കരാചാര്യ. ശ്രീ ശങ്കരാചാര്യ അല്ല പൂട്ടിക്കല സൈമൺസ്. ആടെയാ ഞാൻ അക്കൗണ്ടിങ് പഠിച്ചത്. നോക്കാം, നമുക്ക് എന്നാ തിരിക്കല്ല. അയ്യോ ഇപ്പൊ ഉണ്ടല്ലേ. എത്ര പോയതാടാ നടന്നിട്ട്. വടകര ബസ് സ്റ്റാൻഡില് ബസ് ഇറങ്ങിയിട്ട് ഇവിടെ വരെ നടക്കും. ഇപ്പം വന്നതാട്ടാ. ഇതൊന്നും ഇല്ലേനോ അന്നേരം. മൈജി ഫ്യൂച്ചർ. മമ്മി പേര് മാറിയിട്ടില്ല.
അവ ഇപ്പൊ വരുവേ. ഇത് ഗുളികയും മരുന്നും കുടിക്കുമ്പോ മാറും, പിന്നെയും വരും. ഞാനിപ്പം വീണ്ടും കൊടുത്തു. ഇതാണ് വടകര ഉള്ള ആശ ഹോസ്പിറ്റൽ. അപ്പൊ അതിന്റെ ചെറുതിലാണ് നമ്മളിപ്പോ ജബലൂനെ കാണിക്കാൻ പോയത്. ഞാനിപ്പോ കാണിച്ച് തിരിച്ചു പോന്നാ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മളന്ന് ഖത്തറിലേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ അതെല്ലാം നോക്കി അങ്ങനെ തിരിച്ചു പോന്ന. ഇവിടെ കൊണ്ട് ഇനി അധികം കാറിന് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റൂല. വയറുവേദന ഇടക്കിടക്ക് പറയുന്നുണ്ട്. അപ്പൊ 2 മെഡിസിൻ ഞാൻ ഇവിടെ തന്നെ കാറിൽ തന്നെ കൊടുത്ത്. ഇനിയിപ്പോ എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. ബിഫോർ ഫുഡിൻ്റെത് കൊടുത്ത് ഇനിയിപ്പോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേണം ആഫ്റ്റർ ഫുഡിന്റെ മെഡിസിൻസ് കൊടുക്കാൻ. അപ്പോ പുറത്തുള്ള ഫുഡൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം വീട്ടിൽ തന്നെ പോകണം. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ലസി. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ആവുന്നില്ല, പറയാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പൊ ഓക്കെ.